രണ്ടാം പ്രാവശ്യവും ഇ ഡി വീണയെ ചോദ്യം ചെയ്തു. വീണ യഥാർത്ഥത്തിൽ ശ്രമിച്ചത്, വീണ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ, വീണ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ, അങ്ങനെ നമ്മൾ കണ്ടാൽ മതി. അതായത് വീണ മാത്രം ചെയ്ത ഒരു ക്രൈം അല്ലല്ലോ ഇത്. മാസപ്പടി വീണക്കല്ല കിട്ടിയത് എന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അച്ഛന് വേണ്ടിയിട്ട് വീണ വാങ്ങിയതാണ് മാസപ്പടി. അങ്ങനെ ഈ മാസപ്പടി കേസിൽ രണ്ടാം തവണ ഇ ഡി വിളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ, ഇ ഡി 29-ാം തീയതി വരാൻ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഇന്നായിരുന്നു ചെല്ലേണ്ടിയിരുന്നത്. അതിന് മുമ്പ് തന്നെ വീണ അവിടെ പോയി ഇ ഡിക്ക് മുമ്പിൽ സാഷ്ടാംഗം വീണ് എന്താ പറയാ, നിലത്ത് വിടുന്നു ഉരുണ്ട് ഇ ഡിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ, ഇ ഡിയുടെ ഞാൻ എല്ലാറ്റിനും ഞാനിതാ വിധേയായിരിക്കുന്നു. കാരണം എന്തിനാണെന്നറിയോ? കാരണം ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതോടെ ഇ ഡി ആകെ കലിപ്പിലായിരുന്നു. ഇ ഡി വിടുന്നില്ല. അതുകൊണ്ടാണ് ഈ ആദ്യ തവണ ഇ ഡി വിളിപ്പിച്ചപ്പോൾ വീണ പോയില്ല. അസുഖമാണെന്ന് പറഞ്ഞു. സാധാരണ രീതിയിൽ രണ്ടാഴ്ചത്തെ സമയപരിധിയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇ ഡി 5 ദിവസത്തെ അവധി മാത്രമാണ് വീണ കൊടുത്തത്. 5 ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടാമത് വിളിപ്പിച്ചു. അങ്ങനെയാണ് ഒന്നാം ചോദ്യം ചെയ്യൽ. പക്ഷെ രണ്ടാം ചോദ്യം ചെയ്യൽ എന്ന് പറയുമ്പോൾ, രണ്ടാം ചോദ്യം ചെയ്യലിന്റെ സമയത്ത് ഇ ഡിയുടെ കയ്യിലേക്ക് 134 രേഖകൾ എസ് എഫ് ഐ ഒ ശേഖരിച്ച 134 രേഖകൾ, തെളിവുകളുടെ രേഖകൾ ഇ ഡിക്ക് കിട്ടിയിരുന്നു. ആ രേഖകളിൽ എന്തൊക്കെയാണുള്ളതെന്ന് അറിയോ? അതായത് എസ് എഫ് ഐ ഒക്ക് മുമ്പിൽ വീണ നേരത്തെ നൽകിയ മൊഴികള് മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിവിധ പ്രതികൾ നൽകിയ, വിവിധ സാക്ഷികൾ നൽകിയ അവരുടെ മൊഴികളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇ ഡിക്ക് വളരെ കൃത്യമായി, ഇ ഡി ഉദ്യോഗസ്ഥന്മാർ വളരെ കൃത്യമായി ഈ പറയുന്ന വീണക്കൊന്നും അറിയില്ല. നീ എന്തിനാണ് തനിക്ക് ഈ മാസം ഈ 8 ലക്ഷം രൂപ മാസം തനിക്ക് കിട്ടിയത്? തന്റെ അക്കൗണ്ടിലേക്ക്, തന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും 5 ലക്ഷം വീതം വരികയാണ്. എന്ത് കരിമണൽ കർത്ത? വീണക്കൊന്നും അറിയില്ലെന്നേ. ഇതൊക്കെ ചെയ്തു കൊടുത്തത് ഈ ആശാനാണ്. കാരണഭൂതമാണ് വീണക്ക് വേണ്ടിയിട്ട് ഈ കമ്പനി തുടങ്ങി കൊടുത്തതും. ഇത് ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണെന്ന് പറഞ്ഞു. കടലാസ് കമ്പനി മാത്രം ഇതിന്റെ അഡ്രസ് കൊടുത്തത് AKG സെന്റർ. ഞാനൊന്ന് ചോദിക്കട്ടെ, AKG സെന്റർ അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എന്താ പറയാ, വീണയുടെ ഈ തട്ടിപ്പ് കമ്പനിയുടെ അഡ്രസ് ഈ AKG സെന്റർ ആക്കിയത് വീണയാണ്. വീണക്ക് അമ്മാതിരി ധൈര്യം ഉണ്ടാകുമോ? ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതാൻ പോലും ധൈര്യമില്ലാത്ത എന്ന് പറഞ്ഞാൽ അത്രയും പൊട്ടയായ ഈ വീണ ഈ AKG സെന്ററിന്റെ അഡ്രസ് വെച്ചിട്ട് പിണറായി അറിയാതെ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യും. ഈ കമ്പനിക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇതിന്റെ മേൽവിലാസം കൊടുത്തത് AKG സെന്റർ. ഇത് പിണറായി അറിയാതെയാണെന്നോ നിങ്ങൾ കരുതുന്നത്? ആണോ? അങ്ങനെ അത്രയും ബുദ്ധിയില്ലാത്തവരാണോ ജനങ്ങളൊക്കെ? എടോ, ഇത് പിണറായി അറിഞ്ഞിട്ടാണ്. പിണറായി പറഞ്ഞ്. കാരണം പിണറായിക്ക് അറിയാം AKG സെന്റർ അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഇ ഡി കയറിയാൽ എന്റെ അന്തംഗമികളായ അടിമകൾ എന്ത് ചെയ്തോളും? അടിമകൾ ഇതിനെതിരെ ഇഷ്ടികയുമായി ഇറങ്ങിക്കൊള്ളുന്നു പിണറായിക്ക് അറിയാം. അതാണ് ഈ പിണറായിയുടെ വീട് സെർച്ച് ചെയ്യാൻ ചെന്നപ്പോ, ഇത് റെയ്ഡ് ചെയ്യാൻ ചെന്നപ്പോ ഈ 300ഓളം ക്രിമിനലുകൾ, അടിമക്കമ്മികൾ, അതിന്റെ കുറെ എന്താണ് ഈ ഒരു ലോകവിവരവും ഇല്ലാത്ത, ഇത് എന്തൊക്കെയാണെന്ന് അറിയാത്ത കുറെ SFI പിള്ളേരും DYFIക്കാരും ഒക്കെ കുടുങ്ങിയില്ലേ? 300 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇതിപ്പോ മറ്റൊരു കാര്യം, ഇ ഡി ഹൈക്കോടതിയിൽ ഇ ഡി ഈ പറയുന്ന ഈ ജാമ്യം കൊടുത്തല്ലോ, ഗീനാകുമാരി ജാമ്യത്തിലേക്ക് വഴി തെളിയിച്ച ഗീനാകുമാരിയുടെ ഇടപെടൽ മൂലം ജാമ്യം കിട്ടിയ 9ാം പ്രതിക്ക് ജാമ്യം റദ്ദ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഇ ഡി ഈ ഹൈക്കോടതിയിലും ഇപ്പൊ സെഷൻസ് കോടതിയിലും മറ്റേ 2 പ്രതികൾക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇ ഡി കൊടുത്ത റിപ്പോർട്ട് കുറച്ചു മുമ്പ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഇ ഡി പറയുന്നു, ഇതിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഉന്നത നേതാക്കൾ. ആരൊക്കെയാണ് ഉന്നത നേതാക്കൾ? നമ്മൾ കണ്ടതല്ലേ. അവിടെ അപ്പം ഗോവിന്ദൻ ഉണ്ടായിരുന്നു, വി ജോയ് ഉണ്ടായിരുന്നു, പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും അവിടെ ഉണ്ടായിരുന്നു, ബ്രിട്ടാസ് ഉണ്ടായിരുന്നു, വി ശിവൻകുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വി ശിവൻകുട്ടിയും ബ്രിട്ടാസും വി ജോയിയും അപ്പം ഗോവിന്ദനും എന്ന് പറഞ്ഞാൽ CPM-ന്റെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത്. ഈ പറയുന്ന ഇ ഡി ഈ പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇവര് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടാണ് ഈ ആളുകള് മാരകായുധങ്ങളുമായി വന്നത്. ഈ ഇടിക്കട്ടയും ഈ ഇഷ്ടികയും ചീമുട്ടയും വടികളും കുപ്പികളും ഒക്കെ ആയി വന്നത് ഈ പറയുന്ന നേതാക്കന്മാരുടെ എന്താ പറയാ നിർദ്ദേശത്തെ തുടർന്നാണ് എന്നാണ് ഇ ഡി പറയുന്നത്. അതിന് വ്യക്തമായ തെളിവുണ്ടെന്നാണ് ഇ ഡി പറയുന്നത്. വ്യക്തമായ ദൃശ്യങ്ങളുണ്ട്. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ കൊലപ്പെടുത്താനായിരുന്നു. ഇവരെ എങ്ങനെയെങ്കിലും ആ കാറിൽ നിന്ന്, എന്തോ ഭാഗ്യത്തിന് കാറിൽ നിന്ന് ഇവർ പുറത്തിറങ്ങിയില്ല കേട്ടോ. കാറ് അടിച്ച് തകർത്തിട്ട് അതിനുള്ളിലുള്ള ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ വകവരുത്തുകയായിരുന്നു ഈ ക്രിമിനലുകളുടെ ലക്ഷ്യമെന്നാണ് ഇ ഡി ആരോപിക്കുന്നത്. അത് സംബന്ധിച്ച് ഒരു വ്യക്തമായ റിപ്പോർട്ട് അവർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്.
ഇനി പിണറായി വിജയന് രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഏറ്റവും അവസാനം അറിയുന്നത് വീണ രണ്ടാം തവണ ഇ ഡിക്ക് മുമ്പിൽ നൽകിയ മൊഴികൾ മുഴുവനും കള്ളത്തരമാണ് എന്ന് ഇഡിക്ക് വ്യക്തമായത് മനഃപൂർവ്വം വീണ കള്ളത്തരം പറഞ്ഞതല്ല. കാരണം വീണക്കൊന്നും അറിയില്ല, വീണക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം ഇതിന് ചരട് വലിച്ചത് മുഴുവൻ പിണറായിയാണ് എന്ന് ഇഡിക്ക് വ്യക്തമായി. അപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു തവണ കൂടി ഈ വീണയെ വിളിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാൽ അതിന് പിന്നാലെ ഒട്ടും താമസം ഉണ്ടാവില്ല. പിണറായിയെ പിടിക്കും. പിണറായി മാത്രമല്ല, അപ്പം ഗോവിന്ദനെ പിടിക്കും, വി ജോയിയെ പിടിക്കും, ബ്രിട്ടാസിനെ പിടിക്കും, ശിവൻകുട്ടിയെ പിടിക്കും, എല്ലാവരെയും പിടിക്കും. കാരണം ഇതിനുള്ള ഗൂഢാലോചന നടത്തിയത് ഇവരാണ് എന്നുള്ളത് വ്യക്തമായ സൂചനകളാണ്, വ്യക്തമായ തെളിവുകളാണ് ഇ ഡിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഇ ഡി ഈ കാര്യം കോടതിക്ക് റിപ്പോർട്ടായി സമർപ്പിച്ചത്. അപ്പോഴാണ് ഗീനാകുമാരിയുടെ ഈ പറയുന്ന, അതായത് ഈ പിണറായി വിജയന്റെ ആസനം കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗീനാകുമാരി എന്ന് പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ അതിന്റെ ഇടയിൽ ശ്രമിച്ചു. ഇതാണ് ഏറ്റവും വലിയ ഇ ഡിയെ പ്രകോപിപ്പിച്ച വേറൊരു കാര്യം. അതോടുകൂടി ഗീനാകുമാരി ഏതായാലും തെറിച്ചു. ഈ തെറിച്ചതുകൊണ്ടായില്ല, തെറിച്ചുകൊണ്ട് ഇവരുടെ സന്നദ്ധ റദ്ദ് ചെയ്യണമെന്നാണ് ഇവിടുത്തെ പബ്ലിക് ആവശ്യപ്പെടുന്നത്. ഇമാതിരി ഒരു അഭിഭാഷകയോടെ വെച്ച് ഇരിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് കേസ് ഏൽപ്പിക്കുക? കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കക്ഷിക്കെതിരെ ഒരു വാദിക്കുകയാണ് ചെയ്യുക. അതല്ല ഇപ്പൊ ചെയ്തത്. ഇവര് സർക്കാരിന്റെ അഭിഭാഷക, എന്നിട്ട് സർക്കാരിനെതിരെ നിലപാടെടുക്കുക. ഇത് പഴയ എസ് എഫ് ഐക്കാർക്ക് ഇതൊക്കെ ചെയ്യാം. എസ് എഫ് ഐ എന്ന് പറയുന്നത് ഒരു ഗുണ്ടാ സംഘമാണ് തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോഴും അടിവാങ്ങുകയാണ് ഇറ്റികള്, പോലീസിന്റെ അടുത്ത് നിന്ന് അടിവാങ്ങുകയാണ്. ഇത് എത്ര ദിവസമായി അറിയാം എസ് എഫ് ഐക്കാർ തെരുവിൽ ഈ രീതിയിലുള്ള ഈ സമര ആഭാസം നടത്തുന്നു അല്ലേ? കഴിഞ്ഞ 10 വർഷം കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവരെ ഇറക്കി വിടുകയാണ്. എ എ റഹീമിനെ പോലെയുള്ള കണ്ണിൽ ചോരയില്ലാത്ത ക്ഷുദ്രജീവികൾ ഈ പറയുന്ന അണികളെ ഇറക്കി വിടുകയാണ്. കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രകോപനം സൃഷ്ടിച്ച് ഒരു ഗതിയുമില്ലാതാവുമ്പോൾ ചെന്നിത്തലയുടെ പോലീസ് എന്ത് ചെയ്യണം? ഇവരെ വെടിവെച്ച് കഴിഞ്ഞ് 2, 3, 4 എണ്ണം ചത്താൽ എന്തൊരു സന്തോഷമാവും അറിയോ എ എ റഹീമിനും അപ്പം ഗോവിന്ദനും ബ്രിട്ടാസിനും ഈ പറയുന്ന ശിവൻകുട്ടിക്കൊക്കെ. കാരണം ആ രക്തസാക്ഷികളെ കിട്ടിയില്ലേ പിന്നെ പറയാനുണ്ടോ? എങ്ങനെ രക്തസാക്ഷി കൊണ്ട് കക്കാം മുക്കാം നക്കാം എന്നൊക്കെ കണ്ണൂരിലെ മറ്റേ പെട്ടി തൂക്കി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ എന്താ പറയാ, സ്വന്തം അണികളെ കുരുതി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം ലോകത്ത് വരെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ ഇതുകൊണ്ടൊക്കെ സംഭവിച്ച അണികള്, ഈ പറയുന്ന ഈ ക്രിമിനലുകള്, ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ ചെയ്തത് ഈ പറയുന്ന വീണക്കും പിണറായി വിജയനും എതിരെയുള്ള അന്വേഷണത്തെ അവർക്കെതിരെയുള്ള അല്ലെങ്കിൽ അവരുടെ കഴുത്തിൽ വീണ കുരുക്കിനെ കൂടുതൽ മുറുക്കുകയാണ് ഈ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ അക്രമകാരികൾ നേരത്തെ ചെയ്തത്. ഇപ്പോഴത്തെ ഗീനാകുമാരി ആ കുരുക്ക് ഒന്നുകൂടി വലിച്ചു. അതാണ് ഗീനാകുമാരി ചെയ്തത്. ഗീനാകുമാരി ഇക്കാര്യം ചെയ്തത് കൊണ്ടാണ് ഇ ഡി എന്ത് ചെയ്യുന്നറിയോ? ഇ ഡി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വരുത്തിയത് എന്ന് പറഞ്ഞാൽ ഇത് ഇ ഡിയുടെ അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. കാരണം അവരുടെ ഉദ്യോഗസ്ഥന്മാരെ വധിക്കാൻ വേണ്ടി ശ്രമിച്ച കേസിൽ അതിന്റെ പ്രതികളെ ഈ പറയുന്ന സർക്കാരിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഇറക്കി വിടുക, ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് അവർക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? അവരാകെ പ്രകോപിതരാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇ ഡി ഉദ്യോഗസ്ഥര് പിണറായിയെ പിടിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ സൂത്രധാരൻ പിണറായിയാണ് എന്ന് വളരെ വ്യക്തമായി ഇ ഡിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയിപ്പം മുഖ്യമന്ത്രി എന്ന് പറയുന്ന പരിരക്ഷ ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ കണ്ടതല്ലേ ഡൽഹി വിമാനത്താവളത്തിൽ ഇത്രയും അപഹാസ്യമായ ഒരു സംഭവം ഏതെങ്കിലും ഒരു മുൻ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ ആ വിമാനത്തിൽ, ഇൻഡിഗോ വിമാനത്തിൽ എത്ര യാത്രക്കാർ കയറിപ്പോയി. അതാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. ഇയാൾ ഇത്രയും പൊട്ടനാണോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇൻഡിഗോ വിമാനം, കോഴിക്കോട്ടേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ എത്ര യാത്രക്കാർ കയറിപ്പോയി. പക്ഷെ VIP ലോഞ്ചിൽ ഇരിക്കുന്ന പിണറായി മാത്രം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇയാൾ അത്രയും പൊട്ടനാണെന്നേ. ഇയാൾ കൂടെയുള്ള ആൾക്കാരെ അതിനേക്കാൾ പൊട്ടനാണ്. സാധാരണ രീതിയിൽ ഇയാൾ വന്നു കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ ആലോചിച്ച് കൊണ്ടുപോവുകയല്ലേ ചെയ്യുക. ഇയാൾക്കറിയില്ലേ 2:40 വിമാനം പുറപ്പെടുക. അതിനു മുമ്പ് എന്തൊക്കെ ചെയ്യണമെന്ന് ഈ പിണറായി വിജയൻ അറിയേണ്ടതല്ലേ? അല്ലെങ്കിൽ പിണറായി വിജയൻ ആരോടും ചോദിക്കേണ്ടതല്ലേ? ഇയാളുടെ വിചാരം ഇയാൾ ഇപ്പോഴും ഈ പറയുന്ന കേരളം എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ചക്രവർത്തിയാണെന്നാണ് ഇയാളുടെ എപ്പോഴും വിചാരം. അപ്പോഴത്തേക്ക് വിമാനം പോയി ഇയാൾ മാത്രം കയറ്റാതെ ഒന്ന് ആലോചിച്ചു. ആ വിമാനത്തിലുള്ള യാത്രക്കാർ മുഴുവനും വിമാനം കയറിപ്പോയി, ഒരാളൊഴികെ, ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന കാരണഭൂതൻ ഒഴികെ. എത്രമാത്രം മണുകൂടാഞ്ചനാണ് ഇയാൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇയാളെയാണ് 10 കൊല്ലം നമ്മൾ മുഖ്യമന്ത്രിയായി കൊണ്ടു നടന്നത്. ഒരു വിമാനത്തിൽ കയറാൻ ഇയാൾക്ക് പറ്റില്ലെന്നേ, ഇയാൾക്ക് അറിവില്ല എന്ന് പറഞ്ഞാൽ അത്രയും. പണ്ട് മറ്റേ ശിവശങ്കർ പറഞ്ഞല്ലേ, ഇയാൾക്ക് ഒരു ടിഷ്യൂ പേപ്പർ മുഖം തുടയ്ക്കാൻ ടിഷ്യൂ പേപ്പർ എടുത്തു കൊടുത്താൽ അതിന്റെ അടിയിൽ ഇയാൾ ഷൂ വരയ്ക്കത്ര ഒപ്പിടുക.
എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒപ്പിടൽ അതാണ്. ഒന്നും വായിച്ചു നോക്കാൻ അറിയാത്ത ഇത്രയും എന്താ പറയാ അപഹാസ്യനായ ഒരു മുൻ മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ ഏതായാലും ED വീണയെ പിടിക്കാതെ ആദ്യത്തെ അറസ്റ്റ് വീണയെ ആയിരിക്കില്ല, ആദ്യത്തെ അറസ്റ്റ് പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കരുതുന്നത്. ഏതായാലും അതിനുള്ള ദിവസങ്ങൾ അധികം ദൂരത്തല്ല എന്ന് മാത്രമാണ് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്താൽ അതിനുള്ള രണ്ട് കാരണക്കാരുണ്ട്. അതിനുള്ള ആദ്യ കാരണക്കാരി ഗീനാകുമാരി ആയിരിക്കും. രണ്ടാമത്തെ കാരണക്കാർ എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രിമിനൽ സംഘം, ED ഉദ്യോഗസ്ഥന്മാരെ വേട്ടയാടിയ ഈ ക്രിമിനൽ സംഘം. പിന്നെ മൂന്നാമതൊരു കക്ഷികൾ കൂടിയുണ്ട്. അതാണ് ഇതിനുള്ള ഗൂഢാലോചന നടത്തിയ വി ശിവൻകുട്ടിയും അപ്പൻ ഗോവിന്ദനും ബ്രിട്ടാസും വി ജോയും ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ. അവരെ വിടില്ല എന്ന് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ സൂചന നൽകുന്നത്. അതെ, മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി പ്രോസിക്യൂട്ടർ എതിർകക്ഷി എന്നുള്ളതാണ്. അതായത് EDയെ ആക്രമിച്ച പ്രതിക്ക് അനുകൂലമായി ഗീനാകുമാരി നിലപാട് എടുത്തെന്ന് ആക്ഷേപം. സർക്കാരിൻ്റെത് അസാധാരണ നടപടി. അതായത് CPMന്റെ, അതായത് പഴയ SFI എന്ന് പറയുന്ന ഗുണ്ടാ സംഘത്തിൽ പെട്ട ഗീനാകുമാരിയായിരുന്നു LDF സർക്കാർ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ സഖാക്കളുടെ കേസുകളിൽ മുഴുവൻ ഇടപെട്ടിട്ട് അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുക. ഇതായിരുന്നു ഇത്രയും കാലം ഗീനാകുമാരി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വരുന്നത് ഗീനാകുമാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര നിഷ്പക്ഷതയുടെ ആൾരൂപമാണെന്നാണ്. നിഷ്പക്ഷതയുടെ ആൾരൂപമാണ് ഗീനാകുമാരി എന്നൊക്കെ പറയുന്നത്. അതായത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള പക്ഷപാതങ്ങൾ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ നമുക്കറിയാലോ, ഈ EDയെ ആക്രമിച്ച കേസിലെ 9ാം പ്രതിയെ ഈ പറയുന്ന ഗീനാകുമാരി ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ചു. യഥാർത്ഥത്തിൽ ആ പ്രതിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഗമായി നിൽക്കേണ്ടതാണ്. ഇത് പോലീസ് വളരെ കൃത്യമായി ഈ പ്രതിക്ക് ജാമ്യം കൊടുക്കരുത്. പ്രത്യേകിച്ചും പോലീസ് വളരെ കൃത്യമായി പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ കേസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരെ ഇടപെട്ട കേസാണ്. ഇത് ചില്ലറ കാര്യമല്ലത്. കാരണം ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് സംസ്ഥാനത്ത് കേട്ടുകേൾവിയില്ല. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ED ഉദ്യോഗസ്ഥന്മാരെ ഈ പറയുന്ന പാർട്ടിയുടെ ഗുണ്ടകൾ, പാർട്ടിയുടെ ക്രിമിനലുകൾ ചേർന്ന് ആക്രമിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇത് സംബന്ധിച്ച് വളരെ വളരെ കർക്കശമായ നിലപാടാണ് കേന്ദ്രത്തിൻ്റെത്. ED ഇതിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊരു കാര്യം, ഈ കേസിൽ ED കക്ഷി ചേരുകയും കൂടി ചെയ്തു. എന്നിട്ടാണ് ഈ ഗീനാകുമാരി ഇമ്മാരി തെമ്മാടിത്തം ചെയ്തത്. ഇതിന് തെമ്മാടിത്തം എന്നുള്ളതല്ലേ, അല്ലാതെ എന്തു വാക്കാണ് ഇതിന് ഉപയോഗിക്കുക? യഥാർത്ഥത്തിൽ ഗീനാകുമാരി ചെയ്യേണ്ടിയിരുന്നത് സർക്കാരിന് വേണ്ടിയിട്ട് നിലകൊള്ളുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ പ്രതിക്ക് ജാമ്യം കൊടുക്കരുത് എന്നല്ലേ പറയാ. ഈ പ്രതിക്ക് ജാമ്യം കൊടുക്കരുത്. പോലീസ് ഒരു 10ലേറെ പോയിന്റ് ആയിട്ട് EMക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ വക കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്? ജാമ്യം അനുവദിക്കരുത്. പക്ഷെ ഗീനാകുമാരി എന്താ ചെയ്തത്? കോടതി പറയാണല്ലോ, ഈ പ്രതിക്ക് ജാമ്യം കൊടുക്കാം, ഈ പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ട, ജാമ്യം കൊടുക്കാം എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ എന്തായിരിക്കും സ്ഥിതി? എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കൂറുമാറുകയാണ്, അപ്പുറം ചേരുകയാണ്. അപ്പോൾ ഇതോടൊക്കെ സംഭവിക്കാൻ പോകുന്നത് വലിയ പ്രത്യാഘാതങ്ങളാണ് ഇതുമൂലം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ED ഓഫീസിൽ നിന്ന് ഇപ്പം ഈ കേസ് ഇന്ന് തിരുവനന്തപുരം കോടതിയിൽ മറ്റ് രണ്ട് പ്രതികൾക്ക് 8ാം പ്രതിയും 10ാം പ്രതിയും ആണെന്ന് എനിക്ക് എൻ്റെ ഒരു അറിവ്. ഈ 2 പ്രതികളുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോഴാണ് ED പറഞ്ഞത്, അല്ല, ഞങ്ങൾ കൂടി കക്ഷി ചേരുകയാണ്, ഞങ്ങൾക്കും പറയാനുണ്ട്. അങ്ങനെയാണ് ഈ കോടതി ഇത് അനുവദിച്ചത്. ഇന്ന് എറണാകുളത്ത് നിന്ന് EDയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ EDയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ എത്തുകയും ഈ ജാമ്യാപേക്ഷത്തെ എതിർക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഗീനാകുമാരിയെ തെറിപ്പിച്ച വാർത്തയാണ് ഇത്. തെറിപ്പിക്കുക മാത്രമല്ല, അവരെ എതിർകക്ഷിയാക്കി. ഇതും സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമാണെന്ന്. ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ എതിർകക്ഷിയാക്കുകയാണ്. ഇമാതിരി, അതായത് ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കേണ്ട ഒരു വ്യക്തി പാർട്ടിക്ക് വേണ്ടി വിടുപണി എടുക്കുക. ഇതാണ് CPMന്റെ നെറികേട് അല്ലെ? CPMന്റെ നെറികേട് അഥവാ തെമ്മാടിത്തം എന്ന് വിളിക്കുന്നത് ഇതാണ്. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കുന്ന, ഒരു ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കുന്ന ഒരു വ്യക്തി പാർട്ടിക്ക് വേണ്ടിയിട്ട് വിടുപണി എടുക്കുക അല്ലേ?
ഇത് ഞാനിപ്പോ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോ മാതൃഭൂമി പത്രത്തിൽ അല്ലെങ്കിൽ ഇന്ന് എല്ലാ പത്രങ്ങളിലും ഈ വക കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി എ സന്തോഷ് കുമാറിനെ നിയമിച്ചു. എ സന്തോഷ് കുമാറിനെയാണ് ഈ ഇ ഡി കേസിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് എ സന്തോഷ് കുമാറിനെ നിയമിച്ചു കഴിഞ്ഞു. എ സന്തോഷ് കുമാർ എന്ന് പറയുന്നത് വളരെ മിടുക്കനായ, ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ഈ സർക്കാരിന് വേണ്ടിയിട്ട് ഒരുപാട് കേസുകൾ വാദിക്കുകയും ജയിക്കുകയും ചെയ്ത എ സന്തോഷ് കുമാറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു പ്രതി ഇനി രക്ഷപ്പെടില്ല കേട്ടോ.